So hello guys, welcome back. Before we proceed to this area, നമുക്ക് രണ്ട് ഓപ്ഷണൽ ബോസസ് ഉണ്ട്. So we'll just fight them now. ഒരു ഓപ്ഷണൽ ബോസ് ഈ വഴിയാണ്. മറ്റേ വലിയ ഒരു മനുഷ്യൻ പോലത്തെ സാധനത്തിനെ കണ്ടില്ലേ, അതാണ് ഇവിടെ ഉള്ളത്. ലിറ്റിൽ ബിറ്റ് ടഫ് ഫൈറ്റ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ നമ്മളുടെ ലെവല്. ഈ പുള്ളിക്കാരനെ എനിക്ക് ഇഷ്ടമില്ലാതെ ഈ പുള്ളിക്കാരൻ ആയം തന്നെ ഒരാൾ കഴിക്കും. പിന്നെ ആ ക്യാരക്ടർ ബേസിക്കലി ഉപയോഗമില്ലാതെയാവും. We'll go to offensive. Go to thermal transfer. No, not Mael. Kit. Guys, Mael is our strongest character. അവളെ കഴിച്ചതിനെ നമ്മൾ ഈ പുള്ളിനെ എന്ത് വെച്ച് തോൽപ്പിക്കും? ഈ ഓളനെ കൊണ്ട് വലിയ കാര്യമില്ല. It's not looking good. നമ്മൾ അത്യാവശ്യം ഡാമേജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഈ എനിമി കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. വിൽ ഡു മാർക്കിംഗ് ഷോട്ട് ഓൺലി. മാർക്കിംഗ് ഷോട്ട് ആളുടെ വീക്ക്നെസ് ആണ്, മീൻസ് ലൈറ്റ്നിങ് വീക്ക്നെസ് ആണ്. സോ വി ഹാവ് ടു ഡു ലൈറ്റ്നിങ് അറ്റാക്സ്. And since my AP is less, I will just give myself AP. We'll just do powerful. I'm ready. Brace yourselves. Okay. Just need one more AP for Thunderfall. We'll do Ice Lance. Ice shatter. I'm going to again put marking shot. ഓ നൈസ് ഡാമേജ്. കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡാമേജ് ആണ് കിട്ടുക. I'm going to again put marking shot because lightning weakness ആയതുകൊണ്ട് അത് യൂസ് ചെയ്യണം ഏറ്റവും നല്ലത്. I just need one more attack before I'm going to give myself another energy wala. I'll do it. I will do powerful. Let me help. Overflowing with energy. ഓക്കെ, നമ്മൾ അത്യാവശ്യം ബഫായിട്ടുണ്ട്. നമുക്ക് തണ്ടർഫോൾ ഉണ്ട്. നമുക്ക് തണ്ടർഫോൾ എത്ര ഡാമേജ് ചെയ്യും നോക്കാം. വിചാരിച്ച എത്ര ഡാമേജ് ചെയ്തില്ല. ഐ തോട്ട് തണ്ടർ വാസ് ഹിസ് വീക്ക്നെസ്. Storm is coming.
I'm going for rock slide. Oh, nice. 2000 damage. നമ്മൾ അയാളെ തോൽപ്പിച്ചിരിക്കുന്നു. ഈ പുള്ളിക്കാരൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. ബോർജോൺ ബർഗ്, എനിക്കറിയില്ല, ഫ്രഞ്ച് നെയിമാണ്. I don't know. How do you guys pronounce this name? Augmented counter. Oh, this is nice. 25% increase counter attack damage. And ഒരു പുതിയ വെപ്പണും കിട്ടി. We'll equip that. Staggering attackന് പകരം ബേണിംഗ് ഷോട്ട്സ് നമ്മൾ ഓൾറെഡി ലേൺ ആയിട്ടുണ്ട്. ബേണിംഗ് ഷോട്ട്സ് മാറ്റിയിട്ട് നമുക്ക് ഓഗ്മെൻറ്റഡ് കൗണ്ടർ വയ്ക്കാം. അയാളുടെ സ്കില്ല് ഞാൻ മാറ്റാൻ മറന്നു. വൈൽഡ് ഫയർ എനിക്ക് എക്യുപ്പ് ചെയ്യണം. വൈൽഡ് ഫയർ നമ്മൾ അവിടെ എക്യുപ്പ് ചെയ്യും. നമുക്ക് എർത്ത് റൈസിങ്ങിന് പകരം വൈൽഡ് ഫയർ വയ്ക്കാം. മായലിന് വല്ല സ്കിൽ എക്യുപ്പ് ചെയ്യാനുണ്ടോ? നല്ല എക്യുപ്ഡ് ആണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. സോ വി ആർ ബാക്ക് ടു ദിസ് പ്ലേസ്. A little bit confusing here, but ഇവിടെ റൈറ്റ് പോയതാണ് നമ്മൾ മറ്റേ ബോസിനെ ഇപ്പോൾ ഫൈറ്റ് ചെയ്തത്. വൺ മോർ ഓപ്ഷണൽ ബോസ് ഇസ് ഹിയർ, ബട്ട് ഐ വാണ്ട് ടു റെസ്റ്റ് ഫസ്റ്റ്. Want to rest and I want to upgrade some skills if it's possible. 5 no, നമ്മൾ സ്ട്രൈക്ക് സ്റ്റോമിന് വെയിറ്റ് ചെയ്യാണ്. സോ വിൽ വെയിറ്റ് 2 1. സോ നോ, നമുക്കൊന്നുമില്ല. സോ വൺ മോർ എനിമി ഉണ്ട്. ആ എനിമി കുറച്ചും കൂടി ടഫ്. അറിയില്ല, ഞാൻ ഫസ്റ്റ് കളിച്ചപ്പോൾ നല്ല ടഫായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. യു ഹാവ് ടു ഗോ ദിസ് വേ. ഐ റിമെമ്പർ കറക്റ്റ്ലി സംവെയർ അറൗണ്ട്, yeah, this side. Very hidden. This guy, yeah. Mimes ഈ ഗെയിമിൽ ത്രൂ ഔട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ അവരെല്ലാം ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള ലൊക്കേഷനിലാണ്. അവരെ നോർമലി തോൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു എല്ലാ ക്യാരക്ടറിനും ഒരു മൈം ഔട്ട്ഫിറ്റ് ഉണ്ട്, അത് കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല പിക്റ്റോസും എന്തൊക്കെയോ കിട്ടാറുണ്ട്. സോ ലെറ്റ്സ് ബീറ്റ് ദിസ് ഗൈ. ഇതൊരു ഭയങ്കര ഡാമേജ് ആണ്, അതാണ് ഇഷ്യൂ. ഇത് നമ്മൾ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവരുടെ അടുത്ത് ഒറ്റ ഡാമേജും ചെയ്യില്ല. ഈ 17 ഡാമേജാണ് നമ്മൾ ചെയ്തത്. വളരെ പൂർ ഡാമേജാണ്. വിൽ ഗോ ടു വെർച്വോസോ. $109 damage. Dodge Gustav. $1 damage is not good. We don't have, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് AP പോയിന്റ്സ് ഇല്ല. ഒരു AP പോയിന്റ് ഉള്ളൂ. നോട്ട് ഗുഡ്. That's very hard to dodge. Do rock slide. ഈ നമ്മളിപ്പോഴും വളരെ പൂർ ഡാമേജ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
Let me help. Powerful. I want to go to Virtuoso. Gustav, don't die. Feel the burn. Let's see. I'm going to go marking shot again. Okay. നമ്മൾ വെർച്വോസോയിലാണ്. എനിമി മാർക്കാണ്. എത്ര ഡാമേജ് ചെയ്യുന്നു നോക്കാം. We are going to use this one. Good, we stunned the enemy. I'm going to go overcharge. For those who come after. Finally some good damage. 1453 damage. We have only one AP point. Gustav, don't die. തീർന്നു. മൈമ തീർന്നു. നീ ചത്തു. നമുക്ക് മായലിനെ പുതിയ ഹെയർ കട്ട് കിട്ടി. Great. ആണോ? വിളിച്ചി ഔട്ട്ഫിറ്റ് നമുക്ക് വാർഡ്രോബിൽ പോയാൽ ചേഞ്ച് ചെയ്യാം. ദിസ് ഇസ് വാർഡ്രോബ്. ഇതാണ് നമ്മൾ കറൻ്റ് എക്യൂപ്പ് ചെയ്തേക്കുന്നത്. മറ്റേ ഷോർട്ട് ഹെയർ സ്റ്റൈല് ആണോ? ഷോർട്ട് ഹെയർ സ്റ്റൈൽ ലുക്സ് ഗുഡ്. equip that. അങ്ങനെ മൈമിനെ തോൽപ്പിച്ചിരിക്കുന്നു. Going to rest again, and finally we will clear this area. നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യാം. Flying waters I want to finish today. This building has a certain ഈ ഏരിയയിൽ അത്യാവശ്യം കുറേ എനിമീസ് ഉണ്ട്, ബട്ട് ആർ ലൈക്ക് മൈനർ എനിമീസ്. ഓ നൈസ്. വൈൽഡ് ഫയർ കൊള്ളാട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഡൺ. ഇവിടെ ഈ മനുഷ്യനുണ്ട്. ഗതയും പിടിച്ചിട്ട് അയാൾ ആദ്യം അറ്റാക്ക് ചെയ്തു. ചെറിയ മൈമും പിടിച്ച സാധനങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. We'll try wildfire again. നമുക്ക് wildfire ഒന്നും കൂടി നോക്കാം. What happened? എന്തോ ഉണ്ടായി. നമ്മൾ സ്റ്റണ്ണാണ് ഗൈസ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ഗൈസ് ഇപ്പോഴത്തെ പവർ ലെവൽസ് വെച്ച് കമ്പയർ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഫൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് നമുക്ക് ചെയ്യണത് ലൂണയാണ്. ബട്ട് കുറച്ചും കൂടി ഗെയിം പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ മായലിൻ്റെ ഡാമേജ് ലൂണേക്കാളും ഭയങ്കര ഗ്രേറ്റർ ആണ്. ലൂണയൊക്കെ ലൈക്ക് സൈഡിലായി പോകും മായലിൻ്റെ ശരിക്കുള്ള ഡാമേജ് വന്നു കഴിഞ്ഞാൽ. മാർക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കട്ടെ. യെസ്, മാർക്ക് ചെയ്തു. ജസ്റ്റ് യൂസ് വൈൽഡ് ഫയർ. ബോൺ ഡാമേജിൽ അവർ ചത്തു. ബോൺ ഡാമേജ് അത്യാവശ്യം നല്ലതാണ്. മീൻസ് പാസീവ് ഡാമേജ് ആണ്. ബോൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഡാമേജ് ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. തിങ്ക് വി ഹാവ് ടു ഇവിടെ ഒരു എന്തുണ്ട് കളർ ഓഫ് ലൂമിന. think this is one way up. First we'll see. ഈ ചെറിയ കുരുപ്പോളെ കൊണ്ട് വലിയ ശല്യേ എല്ലാ പ്രാവശ്യം അവരെ ഫസ്റ്റ് അറ്റാക്ക് കിട്ടുന്നുണ്ട്. എല്ലാ പ്രാവശ്യം ഞാനത് കറക്റ്റ് കൊള്ളുന്നുണ്ട്. തീർന്നതാണ് ചെറിയ. നമ്മൾ ഫുൾ റൗണ്ട് അടിച്ച് സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് തന്നെ എത്തി. ഐ എം പ്രിറ്റി ഷുവർ അതാണ് നമുക്ക് പോകേണ്ട വഴി. ഫസ്റ്റ് സം മോർ എനിമീസ് ആർ ഹിയർ. കൊള്ളാം, എല്ലാം പാസീവ് ബോൺ ഡാമേജ് ചത്തു. Interesting. After a free aim hit, base attack damage is increased for. Okay. നമുക്ക് ഒരു ഓപ്ഷണൽ ബോസ് ഉണ്ട് ഇവിടെ. ഈ ഗെയിമിലത്തെ മീൻസ് ഈ സ്റ്റേജിലത്തെ മെയിൻ ബോസിനേക്കാളും അത്യാവശ്യം ഹാർഡായിട്ടുള്ളത് ആ ഓപ്ഷണൽ ബോസാണ്. ഈ ഗെയിമിൽ പൊതുവെ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓപ്ഷണൽ ബോസസ് ആർ ലൈക്ക് മച്ച് മോർ ഹാർഡർ. നമുക്ക് എന്തായാലും ഓപ്ഷണൽ ബോസിനെ പോയി തോൽപ്പിക്കാൻ നോക്കാം. ഓപ്ഷണൽ ബോസസ് അത്യാവശ്യം ടഫ്. എല്ലാ പ്രാവശ്യവും ഭാഗ്യം നമുക്കാണ് ഫസ്റ്റ് സ്ട്രൈക്ക്. ഓക്കെ, ഞാൻ ആ മാർക്ക് വെറും വേസ്റ്റ് ചെയ്തു. We'll go wildfire only. Don't die.
ഓഗ്മെന്റഡ് കൗണ്ടർ, ദാറ്റ് വാസ് ഓഗ്മെന്റഡ് കൗണ്ടർ. അത്യാവശ്യം നല്ല ഡാമേജ് ചെയ്തു. ക്രോമ കാറ്റലിസ്റ്റ് കിട്ടി. Anything here? Yes, we have. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് ഗൈസ്. ഇവിടെ എന്തെങ്കിലും സംതിങ് ഈസ് ഹിയർ, ഐ റിമെമ്പർ. Oh, nothing. Okay. Going this way will just lead us back to there. So nothing new as far as I can. ഒരു ഊള ബോസ് ഉണ്ട് ഇവിടെ ഒളിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കണോ അലവലാതി? ഈ അലവലാതി എളുപ്പമല്ല. ഒടുക്കത്തെ ഭയങ്കര ഹാർഡ് മൂവ് സെറ്റാണ് ഇയാളുടെ. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ അത്യാവശ്യം ഹാർഡ് ബോസാന്ന്. ഗുസ്റ്റാവ് ചത്തു. നമ്മൾ കുഴപ്പമില്ലാത്ത ഡാമേജ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇയാളുടെ ഒരു അടിയിൽ നമ്മൾ ചാവുന്നതാണ് പ്രശ്നമാവും. എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കൗണ്ടറും ഡാമേജ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. Our health is like piss poor. ലൂണയാണ് ഞാനൊന്ന് ഹീൽ ചെയ്യട്ടെ. And let me revive Gustav. Get ready. Not that easy to counter this guy. Take him down. Danger! ഞാൻ എങ്ങനെയോ ഡോജ് ചെയ്തു. I have no idea. അയാള് ബേണിംഗ് ആയിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ സ്റ്റാൻസ് മാറിയില്ല. We will go rock slide. Poor damage again. Marking shot. On me! That attack is like very hard. Better! No. I'm not giving up. I need some heal. Cover! I don't have any heal. So wildfire only. അയാളെ ബേൺ ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ഇപ്പോൾ.
ഓ ചത്തു. Anka. I'm going to do this only. Precision. ഓ സ്റ്റൺ ചെയ്തു, നമ്മൾ സ്റ്റൺ ചെയ്തു. ഓവർ ചാർജിൽ ആള് ചത്തെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. But where'd you come off? യെസ്, ഏതോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ഓ ഇയാളെ തോൽപ്പിച്ചാലാണ് നമുക്ക് ഈ വെപ്പൺ കിട്ടുക. ദിസ് ഈസ് ഗുഡ് വെപ്പൺ ഫോർ ലൂണെ. will equip that. മായലിന് വല്ല വെപ്പൺ നോ. ഗുസ്റ്റാവിന് 99 നോ. Yeah, her power is 79. This Trombodium is like 119. It's very good. So yeah, ഈ ഓപ്ഷണൽ ബോസിനെ മിസ് ചെയ്യരുത്. We can use that. കുറച്ച് പാടാണ്. Energizing break, 3 AP on breaking a target. Good. We'll equip that to... Yeah, we'll equip that to Mayal. ലൂമിനാസ് നമുക്ക് 5 പോയിന്റ്സ് ഉണ്ട്. ഓഗ്മെന്റഡ് കൗണ്ടർ ഇസ് ഗുഡ്. സ്റ്റാഗറിംഗ് അറ്റാക്ക്, ഡെഡ് എനർജി ഇസ് ഗുഡ്. ഓക്കെ, ഫോർ നൗ ദാറ്റ്സ് ഓക്കെ. ഓക്കെ ഗൈസ്, നമുക്ക് ലെറ്റ്സ് ഹെഡ് ബാക്ക്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ എൻട്രൻസ് ചെയ്ത ചെക്ക് പോയിന്റ്. ഈ ഏരിയ നമ്മൾ ക്ലിയർ ചെയ്തു. നമുക്കിനി അടുത്ത് നെക്സ്റ്റ് പോകേണ്ടത് ഇവിടേക്കാണ്. We'll just rest and then let's go. ഇതാണ് ശരിക്കുള്ള ഈ സ്റ്റേജിലത്തെ ആക്ച്വൽ ബോസ്. നോട്ട് ദാറ്റ് ടഫ് കമ്പയർഡ് ടു ആ മൈമും ഇതൊക്കെ അപേക്ഷിക്കുമ്പോൾ ഇയാൾ കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ്. റോസോപ്പ് പൊട്ടിക്കാൻ പാടില്ലായിരുന്നു. ഒരാളുടെ തോട്ടത്തിൽ പോയി ആളുടെ റോസപ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ദേഷ്യം വരില്ലേ? Watch out! You're right. It only attacks when... ലൂണയ്ക്ക് ബുദ്ധിയുണ്ട്. ലൂണയ്ക്ക് കാര്യം മനസ്സിലായി. ഇയാൾ ചെയ്യാൻ since his damage is less, it's okay. I'm going to put wildfire.
ഈ ഫ്ലവേഴ്സ് എന്തോ ചെയ്യുമെന്നാണ് എനിക്കൊരു ഓർമ്മ, ബട്ട് ഐ ഡോണ്ട് റിയലി കെയർ. Danger! എന്തായാലും ഫ്ലവേഴ്സിനെ പൊട്ടിക്കാം. ഇയാൾക്ക് എന്തോ ഷീൽഡോ എന്തോ കിട്ടും ഫ്ലവേഴ്സിൽ. വെർച്വസുകൾ നമ്മൾ ഫ്ലവേഴ്സിൽ വേസ്റ്റ് ചെയ്യില്ല. വെൽ ജസ്റ്റ് വെർച്വസുകൾ നമുക്ക് ബേൺ ചെയ്യാം. Flames on me. Let us stay there. നമുക്ക് ഒന്നും കൂടിയും ബേൺ ആഡ് ചെയ്യാം. Feel the burn. 8 ബേൺ ആയിട്ടുണ്ട്. ആ യെസ്, ഇയാൾക്ക് ഷീൽഡ് കിട്ടി. Lune, watch out! Henry! No margin for error. നമുക്ക് വീണ്ടും ബേൺ തന്നെ സ്റ്റാക്ക് ചെയ്ത് നോക്കാം. 11 ബേൺ ആയിട്ടുണ്ട്. പവർഫുൾ. ഇയാളെ വീണ്ടും ഫ്ലവേഴ്സ് ആക്കി. Lune, watch out! Not giving up. നമുക്ക് ഫസ്റ്റ് ഫ്ലവേഴ്സിനെ പൊട്ടിക്കാം. അല്ലെങ്കിൽ ഫ്ലവേഴ്സിൽ നിന്ന് ആള് കുറേ ഷീൽഡ് എടുക്കും. നമ്മൾ ടവറായി. അത്രയും ഡാമേജ് ചെയ്യാൻ കാരണം നമ്മൾ വെർച്വസോയിലായിരുന്നു, പിന്നെ പുള്ളിക്കാരൻ മാർക്ഡും ആയിരുന്നു. വെർച്വസോയിലും മയലിൻ്റെ കൗണ്ടർ അത്യാവശ്യം നല്ല ഡാമേജ് ആണ്. Gustav, wait! It seems peaceful. As long as we don't touch the flowers. ഗൈസ്, പുള്ളിക്കാരൻ പാവം ഒരു ഗാർഡനറാണ്, പാവം ഒരു തോട്ടക്കാരൻ്റെ തോട്ടത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആള് അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലെങ്കിൽ Putain! Damn, Maya, what was that? It felt familiar somehow. Gustav, മയലിൻ്റെ സ്റ്റോറി ആണ് ഇൻട്രസ്റ്റിംഗ്, ബട്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഗെയിം എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി എങ്ങനെ എൻഡ് ചെയ്യാൻ പോണെന്ന്. എന്തോ നല്ല ട്വിസ്റ്റുകൾ ഉണ്ടെന്ന് മാത്രം അറിയാം. You know what Neverons are capable of. She'll be fine. Yeah, bro. Stop worrying. Overprotective big She'll be brother. fine. Cape of Hell can be used. Okay, so നമ്മൾ ഈ ഏരിയയിലത്തെ മെയിൻ ബോസിനെ തോൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് പ്രൊസീഡ് ചെയ്യാം. I think we can proceed. ഇവിടെ ഒന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു ബലമായ ഉറപ്പ്.
think this is, yeah, this is the end of Flying Waters. വില്ലനായ ഗുസ്റ്റാവ് മായൽ. കരച്ചിലത്ര പോരെ, കുഴപ്പമില്ല. Still too far. Being out here isn't what I expected. As expected. Hey. You okay? Death out here is not like death in Lumiere, is it? I thought I was used to losing people. I've have a foster child, right? But not like that. On the beach, that man. Yeah. Yeah, I know. Nevrons we were prepared for, but not. And now we've finally found other survivors, and it's... You know, that's the insidious thing about the Gamage. It's predictable, almost gentle. It makes Lumiere complacent and accepting, but... The Gamage is equally violent than death. Death is just as final. I've been having nightmares. Yeah, me too. പുള്ളിക്കാരൻ എന്താ നൈറ്റ്മേഴ്സ് ആണോ? If death approaches... ഞങ്ങൾക്ക് അയാളുടെ കാമുകി മരിക്കുന്ന നൈറ്റ്മേഴ്സ് ആയിരിക്കും No, തോന്നുന്നു. promise me. Run. Especially if we meet the man from the beach. We can't face him. You see him, you run. കണ്ടോ അവിടെ? നല്ല സ്ട്രാറ്റജി. Only if you do the same. Oh, I'm running as soon as I see a strand of white hair, trust me. You won't even see me, I'm running so fast. Oh, please, you're an old man. I can outrun you any day. Yeah, right. There was a time when 30 was young, you know. Sure. ശരിയല്ലേ, 33 മരിക്കുകയാണെങ്കിൽ നമുക്ക് മിഡ് ലൈഫ് ക്രൈസിസ് 15-ൽ വരുള്ളൂ. So this guy is back at camp. എൻ്റെ പേര് ഞാൻ മറന്നു. Surprised to find you here. എന്നാലും I hope we can trust him. Well, at least we can. യെസ്, ക്യൂറേറ്ററിൻ്റെ അടുത്ത് നമുക്ക് വെപ്പൺ അപ്ഗ്രേഡ് ചെയ്യാൻ ബേസിക്കലി ക്യൂറേറ്ററാണ്. പിന്നെ എക്സ്പെഡിഷൻ റിസോഴ്സ് എന്ന് പറയുന്നത് ലൂമിന പോയിന്റ്സ്. കളർ ഓഫ് ലൂമിന നമ്മൾ കളക്ട് ചെയ്തത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലൂമിന പോയിന്റ്സ് ആക്കി തരും. പിന്നെ ഈ ടിൻസ് നമുക്ക് ആകെ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. ഹീലിംഗ് ടിൻ +1 ആയിരിക്കും. ഇതെന്തായാലും അപ്ഗ്രേഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രസൻറ്റ് പോയിന്റ്സ്. ലൂണെ ഗുസ്റ്റാവ് 11, ലൂണെ 11, മായ 11. കളർ ഓഫ് ലൂമിന നമ്മുടെ കയ്യിൽ 17 ഉണ്ട്. സോ നമുക്ക് 17 പോയിന്റ്സ് ആഡ് ചെയ്യാം. സിൻസ് നമുക്കിപ്പോൾ ആക്റ്റും സ്ട്രോങ് ഉള്ളത് മീൻസ് മായയിലാണ് നമ്മളൊരു ഹൈ പവർഫുൾ ക്യാരക്ടർ. സോ നമ്മൾ ഫസ്റ്റ് അവൾക്ക് പ്രയോറിറ്റി കൊടുക്കായിരിക്കും നല്ലത്. I'm going to make it to 21. 5 points to Lune, 24 to ഗുസ്റ്റാവിനൊന്നും വേണ്ട. ഗുസ്റ്റാവിന് ക്ഷീണമാവാം. വെപ്പൺസ് അപ്ഗ്രേഡ് ഐ ഡോണ്ട് നോ, വിൽ ഡു ഇറ്റ് ലിറ്റിൽ ലേറ്റർ. വെപ്പൺസ് നമുക്ക്
ഹയർ വെർഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഈ പോയിന്റിൽ വെപ്പൺസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നതെല്ലാം വളരെ ലോ ഗ്രേഡ് വെപ്പൺസ് ആണ്. മീൻസ് അത്ര ഹൈ ലെവൽ വെപ്പൺസ് ആണ് അല്ല. Told you Jestrels. You did not. Well, I thought. How did the just? I'm not sure. I can't wait to. ഓക്കെ, സോ ഓൾമോസ്റ്റ് ദാറ്റ്സ് എ റാപ്പ്. നമുക്കിനി ഫ്ലൈയിങ് വാട്ടേഴ്സ് കഴിഞ്ഞു. നമുക്കിനി അടുത്തത് പോണത് ജസ്ട്രൽ വില്ലേജ് കണ്ടുപിടിക്കണം. For that we'll just check up on the team. ഇതിന് ഭാവിയിൽ എന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കളി ജസ്റ്റ് ആക്ട് 1 മാത്രമേ Long time തീർത്തിട്ടുള്ളൂ. since I've seen you play. സോ ക്യാമ്പിലാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് ഐഡിയ ടു ചെക്ക് അപ്പ് ഓൺ യുവർ ടീം മെമ്പേഴ്സ്. Gestral village. Yeah. I still can't believe they exist. I mean, what other fairy tales are real? This is ultimately a war of information. There's still too much we don't understand. Where the paintress comes from? Why she does what she does? Who is she? 70 years and we still barely know anything. And the man on the beach? Yeah, too many unknowns. But if we take down the paintress, at least that gives future generations a chance to unravel the mystery. You seem better than before. Yeah, holding it together. Shock's worn off. A bit. We can't bring anyone back. But I thought we can keep their spirit alive by pushing forward. And at least there's 3 of us now. The mission hasn't changed. Tomorrow comes. Tomorrow comes. Okay, so that's done. We are going to go to sleep. സ്ലീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പിൽ നിന്ന് ബേസിക്കലി എക്സിറ്റ് ആവും. Okay guys, so let's wrap up here.